والصلاة والسلام على أشرف المرسلين وعلى آله وصحبه فائزين برضا الله ما بعد. വിനയം മുഖമുദ്രയാക്കാം, വിജയത്തിലേക്ക് നയിക്കാം. ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. അതെ, നമ്മളെല്ലാവരും വിനയത്തിലൂടെ പെരുമാറേണ്ടവരാണ്. പ്രത്യേകിച്ച് നാം ഒരു വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ നമ്മൾ ദാവ കോളേജിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന കിതാബുകളിൽ തന്നെ കാണാം ഇന്നത്തവാളുഅ എന്ന് തുടങ്ങിയുള്ള ബൈത്തിലൂടെ തുടങ്ങിയുന്ന തവാളുഇന്റെ ബൈത്തിലൂടെ തുടങ്ങുന്ന അധ്യായമാണ് താലിമു താലിമിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് എന്താണ് വേണ്ടത്? അത് തവാളുആണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് ആദ്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. തവാളുയിലൂടെ ഒരുപാട് മുന്നേറ്റം നയിച്ച മഹൽ വ്യക്തിത്വങ്ങൾ നമ്മൾക്കറിയാം. ആർക്കാണ് അധികം തവാളു എന്നുള്ളതിൽ നാം ചർച്ച ചെയ്യുമ്പോൾ അധിക പേരും പറയുന്നത് അത് മാരക രോഗം ബാധിച്ചവർക്കാണ്. എന്നെന്ന് വെച്ചാൽ ആ മാരക രോഗം ബാധിച്ച ആളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. അവർക്ക് ഒരുപാട് ലക്ഷറിയായ കാറുകളും അതുപോലെ സമ്പത്തും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടാകും. പക്ഷേ അവരുടെ മനസ്സിൽ എനിക്ക് മാരകമായ രോഗമാണ് എന്നുള്ള ആ വിനയത്തിൻ്റെ ഒരാഗ്രഹമാണ്. അവരുടെ ആഗ്രഹത്തിന് അവർക്ക് എന്താക്കാൻ പറ്റുന്നില്ല, നേടിയെടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് വിനയത്തോടെ ജീവിക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് അവർക്കുള്ളത്. എന്നാൽ നമുക്കറിയാം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾ വരെ അൽ അമീൻ എന്ന് വിളിച്ച വ്യക്തിത്വമല്ലേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കതിൽ സംശയമുണ്ടോ? ഇല്ല, അതൊരിക്കലും ഇല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഫത്ഹ മക്ക കഴിഞ്ഞ് വരുമ്പോൾ തൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി വരുമ്പോൾ തൻ്റെ ശിരസ് അവിടെ നിന്ന് ഒട്ടകത്തിൻ്റെ മുതുകിന് താഴെ ആയിക്കൊണ്ടാണ് അവർ ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് മക്ക മുശ്രിക്കീങ്ങൾ എന്താക്കി? ആട്ടി ഓടിക്കപ്പെട്ടു. നിങ്ങൾക്കറിയില്ല ആ ചരിത്രമൊക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മക്ക മുശ്രിക്കീങ്ങൾ തന്നെ ആട്ടി ഓടിക്കപ്പെട്ടു. നമ്മൾക്കറിയില്ല, നമ്മുടെ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പ്രതികാരം ചെയ്യാൻ ഇങ്ങനെ കാത്തു നിൽക്കും. പക്ഷെ അവിടെയൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തോൽപ്പിച്ചവരോട് താൻ വീണ്ടും വിജയിച്ച് തല കുനിച്ചാണ്, ആ തവാളുവോടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നത്. ഇതിനിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു വ്യക്തി ഒരു ഉസ്താദിന്റെ അടുക്കൽ പോയി പറയുകയാണ്, ഉസ്താദെ എനിക്ക് നന്നാവണം ഉസ്താദെ എന്ന് പറയുമ്പോൾ ഉസ്താദ് പറയണം, അത് ഞാൻ മരിക്കണം എന്നാൽ നീ നന്നാകും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പറയുകയാണ്, ഉസ്താദെ എനിക്ക് നന്നാവണം. ഉസ്താദ് വീണ്ടും അത് ആവർത്തിക്കുകയാണ്, അതിന് ഞാൻ മരിക്കണം. വീണ്ടും മൂന്നാമതൊരു ദിവസം പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്ന്, നിങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നീ മനസ്സിലാക്കണം, ഞാൻ എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലുള്ള ഞാൻ, അഹങ്കാരം, തവാളുഇന്റെ നേരെ വിപരീതമായ അഹങ്കാരം, അത് മരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്താകും, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഒരുത്തന് അഹങ്കാരം ഉണ്ടായാൽ നമ്മൾക്കറിയാം, ചേകന്നൂർ മൗലവി എന്താണ്, ഒരുപാട് മനസ്സിലോ ഒരുപാട് ബുദ്ധിയുള്ള, അല്ലെങ്കിൽ കിതാബിൽ വളരെ ഉന്നത മേഖലയിലുള്ള ആളായിരുന്നു. നമ്മൾക്കറിയാം, അവസാനം ഒന്നുമില്ലാതെ തെളിവന്നെ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തി. നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ബുദ്ധിയുണ്ട്. നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരുപാട് ആളുകളുണ്ടാകും, നല്ല പഠിക്കുന്ന ആളുകളുണ്ടാകും, അതുപോലെ തന്നെ തീരെ പഠിക്കാത്ത ആളുകളുണ്ടാകും. ആ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ടാണ് എനിക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നു എന്ന ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് തനിക്ക് അള്ളാഹു തന്ന ഈ ബുദ്ധി, അത് തനിക്ക് ബുദ്ധി കാരണം ഈ ഇൽമ് കയറുന്നു എന്നുള്ളതല്ല, അതിൻ്റെ
പിന്നാമ്പുറകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉസ്താദുമാരുടെ ദുആ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ദുആ ആയിരിക്കും. നാം അത് മനസ്സിലാക്കണം. അല്ലാതെ വ്യക്തിന് അഹങ്കരിച്ചു എനിക്ക് ഇൽമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളും അങ്ങനെ എത്തിയിട്ടില്ല. ഫിറോനൊക്കെ എടുത്തു നോക്കുമ്പോൾ ഹാമാന് കാറ് ഇങ്ങനെ തുടങ്ങി ആരെ നമ്മൾ എടുത്തു നോക്കുമ്പോഴും നമ്മൾക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. മഹാനായ സഅദുദ്ദീൻ തഫ്തർ റളിയല്ലാഹു അൻഹു നമ്മൾക്കറിയാം, ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിക്കുകയാണ്, കിതാബുകൾ ഇങ്ങനെ മുതാല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം മഹാനവറുകൾക്ക് ഒരിക്കലും എന്തായില്ല, അത് തലയ്ക്ക് കയറുന്നില്ല. അങ്ങനെ മഹാനവറുകൾ ഒരു ദിവസം, നമുക്ക് ചരിത്രം പറയാൻ ചരിത്രവും കടക്കുന്നില്ല, അവസാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീര് കാരണമാണ് ഇത്ര വലിയ ഞാൻ ഓതുന്ന ഓരോ കിതാബുകളും രചിച്ചത് മഹാനവറുകളാണ്. അതേ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ചേകനൂർ നേരെ തിരിച്ചാണ്. നാം മനസ്സിലാക്കണം, ആദ്യം ഇൽമ് കേറുന്നു എന്നുള്ള ചിന്ത. നാം മുതാലിമാകുമ്പോൾ ദഅവത്ത് നടത്തുന്ന മേഖലയാണ് നമ്മൾ. അപ്പോൾ ഒരു മനുഷ്യന്റെ ഇടയിൽ ഒരുപാട് വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവരോട് പെരുമാറണം, വിനയത്തിലൂടെ പെരുമാറണം. മഹാനായ അലികുഞ്ഞ് ഉസ്താദ് നമ്മൾക്കറിയാം, വിനയത്തോടെ തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരുത്തനെ എന്തോ ഒരു തരികണ കാരണം അവരെ പുറത്താക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി ആ കുട്ടിയോട് പറയുന്നത് തവാളുവിന്റെ വിനയത്തോടുള്ള വാക്കുകൾ കൊണ്ടാണ്. മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ നമുക്കറിയാം, ഉസ്താദ് അവരുകൾ തന്നെ ഏതെല്ലാം രൂപത്തിൽ വിമർശിക്കുന്നവരുണ്ടോ അവരോടൊക്കെ പറയുന്നത്, ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിനയമില്ലാതെ വിജയിക്കുമെന്ന്? ഇല്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡ് സെറ്റ് അത് മാറ്റണം എന്നാണ്. അല്ലാതെ വിനയത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. മഹാനായ നൂറുൽ ഉലമ നമ്മൾക്കറിയാം, ഒരുപാട് മഹൽ വ്യക്തിത്വത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ എഴുത്തിലൂടെ ഒരുപാട് ആളുകളെ സ്വാധീനിച്ച ആളും കൂടിയാണ് മഹാനായ നൂറുൽ ഉലമ. മഹാനവരുകൾ ഒരുപാട് വഹാബികളോട് പൊരുതി വിജയിച്ചവരാണ്. അവിടെയും അവരോട് ചീത്ത പറയുകയോ അവരോട് ചൂടാവുകയോ ഒന്നും ചെയ്യാതെ നല്ല വിനയത്തിന്റെ വാക്കുകളോടുകൂടി അവരോട് വാദിച്ചവരാണ് മഹാൻ നൂറുൽ ഉലമ. അതുപോലെ തന്നെ നെൽസൺ മണ്ടേല നമ്മൾക്കറിയാം, സൗത്ത് ആഫ്രിക്കന്റെ ഒരു രാഷ്ട്രപതിയാണ്. അവരുടെ 27 വർഷം അവരെ ജയിലടച്ചു. എന്തിനു പേര്? വർണ്ണ വിവേചനം നടത്തി, വർണ്ണ വിവേചനത്തിന്റെ എതിരെ അവർ പോരാടിയതിന്റെ പേര് അദ്ദേഹത്തെ എന്താക്കുകയാണ്, ജയിലടക്കുകയാണ്. അതിനുശേഷം അവർ വീണ്ടും ജയിലിൽ നിന്ന് തിരിച്ചു വന്ന് താൻ വാദിച്ച അതിലൂടെ തന്നെ രാഷ്ട്രപതി ആവുകയാണ്. അപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞ ഭരണാധികാരിക്കോ അല്ലെങ്കിൽ ആക്രമിച്ച ആളുകൾക്കോ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന് അറിയാം വിനയം എപ്പോഴും വിജയിക്കുമെന്ന്. ഒരുപാട് ആളുകൾ ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെ ഇങ്ങനെ നോക്കുമ്പോഴും ഒരു മരം തൻ്റെ പഴങ്ങളെല്ലാം ഇങ്ങനെ പൂത്ത് വിരിയുമ്പോൾ അതിങ്ങനെ താഴ്ന്നുകൊണ്ട് പോവുകയാണ്. അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും സ്ഥാനം ലഭിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകൾ ലഭിച്ചാൽ നമ്മളത് പൊങ്ങച്ചത്തോടുകൂടി നടക്കേണ്ടതല്ല. നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തവാളുവോടെ നടക്കണം, നാം താഴ്ന്നു പോകണം എന്നുള്ളതാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. ഇൻഷാ അല്ലാഹ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് തവാളുവോടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.